ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെ കാണാനായിട്ട് മാമച്ചനും ഗ്രേസമ്മയൊക്കെ വരുന്നുണ്ട്. രേവതിക്കുട്ടിയുണ്ട്. അപ്പോൾ അലീനനെ കാണുമ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് മുമ്പേ തന്നെ നമ്മുടെ വൈജയന്തിയും രാജീവിനോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അലീനനെ പറഞ്ഞയക്കാനുള്ള ശ്രമമൊക്കെ പാളിയിട്ടാണ് രാജീവൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ഉറപ്പായിട്ടും ഇവളെ അവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കുന്നുള്ളത് രാജീവന്റെ കൂടെ വാശിയായി മാറുകയാണ് ബാലേന്ദ്രന്റെ തീരുമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ ഗ്രേസമ്മൊക്കെ വരുമ്പോൾ അലീനനെ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എത്ര നാളായി പറയുന്നു പോന്ന്, എന്നിട്ട് ഇവൾ അനുസരിക്കുന്നില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ മുകളിൽ നിന്ന് ഇങ്ങനെ മുകളിൽ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നിട്ട് പറയുന്നുണ്ട്, അലീനനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാന്ന് ആരും ശ്രമിക്കേണ്ടെന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇവളിവിടെ നിൽക്കുന്നത് എനിക്ക് സ്വസ്ഥതക്കേടാണെന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ വെച്ചിട്ട് മതി, അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരാളും ഒരു തീരുമാനം എടുക്കണ്ട, ഇവിടെ ബാലേന്ദ്രൻ്റെ തീരുമാനമാണ്, അലീനയെ തൊട്ട് ഒരാളും കളിക്കണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയൊക്കെ തിരികെ മടങ്ങി പോവുകയാണ്. ഇതേ സമയം മനു ആണെന്നുണ്ടെങ്കിൽ അലീനെ പറഞ്ഞയക്കുന്നതിനോട് യോജിപ്പില്ലാന്ന് നമ്മളെ രാജീവന് മനസ്സിലാകുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം എത്ര സീരിയസ് ആണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, അതുകൊണ്ട് നീ ഇത് കാര്യത്തിൽ ഇടപെടേണ്ട, അലീനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞയക്കും, ആ പെണ്ണിനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് കട്ടായം പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് രാജീവൻ മനുവിൻ്റെ അടുത്തുനിന്ന് പോകുകയാണ് കേട്ടോ.